ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്ന് സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തെ ഏറ്റവും നല്ല ചരിത്രമെഴുത്തിനും ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കുമാണ് മോൺട്രിയലിലെ മക്ഗിൽ യൂണിവേഴ്സിറ്റി ഈ പുരസ്കാരം നൽകുന്നത്. $75,000 സമ്മാനത്തുകയുള്ള ഈ പുരസ്കാരം അറിയപ്പെടുന്നത് ഇത് സ്ഥാപിച്ച കനേഡിയൻ വ്യവസായിയുടെ പേരിലാണ്. ഏതു പുരസ്കാരം? ആൻസർ: കണ്ടിൽ ഹിസ്റ്ററി പ്രൈസ്. 2. ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റായാണ് ഈ പുരസ്കാര ഫലകം രൂപകൽപ്പന ചെയ്തത്. 24ഓളം ഇന്ത്യൻ ഭാഷകളിലെ കൃതികൾക്കായി 1955 മുതൽ നൽകി വരുന്ന ഈ പുരസ്കാരം ഏത്? ആൻസർ: കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 3. രോഗബാധയെ തുടർന്ന് ബധിരനായ ശേഷം ഇദ്ദേഹം രചിച്ച കവിതയാണ് ബധിരവിലാപം. കേരളോദയം പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന സാഹിത്യ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് പാല നാരായണൻ നായരാണ്. തിരിച്ചറിയുക. ആൻസർ: വള്ളത്തോൾ അവാർഡ്. 4 വിഭാഗങ്ങളിലായി നൽകുന്ന ഈ പുരസ്കാരം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എഴുത്തുകൾക്കുള്ളതാണ്. എറിക് ആർതർ ബ്ലെയർ എന്ന വ്യക്തിയുടെ തൂലിക നാമത്തിൽ നൽകപ്പെടുന്ന ഈ അവാർഡ് ഏത്? ആൻസർ: ഓർവെൽ പ്രൈസ്. 5. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം അറിവിൻ്റെ ദേവതയുടെ പേരിലുള്ള ഈ പുരസ്കാരം നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഹരിവംശ് റായ് ബച്ചനാണ് പ്രഥമ ജേതാവ്. ഏതാണ് ഈ പുരസ്കാരം? ആൻസർ: സരസ്വതി സമ്മാൻ. 6. 1977 നൽകി തുടങ്ങിയ വയലാർ അവാർഡ് ആ വർഷം ലഭിച്ചത് ഈ പുനലൂർ സ്വദേശിനിക്കാണ്. പുരസ്കാരത്തിന് അർഹമായ കൃതി ഈ വ്യക്തി രചിച്ച ഏക നോവലാണ്. ഈ നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. രചയിതാവ് ആര്? നോവൽ ഏത്? 2 ക്വസ്റ്റ്യൻസാണ്. എൻ്റെ ആൻസർ ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷിയാണ് പുസ്തകം. 7. ദ്വന്ദ്വയുദ്ധത്തിലെ പരുക്ക് മൂലമാണ് ഇദ്ദേഹം മരിച്ചതെന്ന് പറയുന്നു. സസ്കോ സെലോ എന്ന റഷ്യൻ നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഈ വ്യക്തിയുടെ പേരിൽ റഷ്യൻ സർക്കാർ നൽകുന്ന മെഡൽ ലഭിച്ച ഏക മലയാളി കവി ONV കുറുപ്പാണ്. ആധുനിക റഷ്യൻ സാഹിത്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആര്? ആൻസർ: അലക്സാണ്ടർ പുഷ്കിൻ. 8. സാഹു, ശ്രീ ശാന്തി പ്രസാദ് ജെയിൻ, രമ ജെയിൻ എന്നിവ ചേർന്ന് 1944 ആരംഭിച്ച സംഘടനയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആശാപൂർണ ദേവിയാണ് ആദ്യ വനിതാ ജേതാവ്. ഏതു പുരസ്കാരം? ആൻസർ: ജ്ഞാനപീഠം. 9. ഒരു സംഗീതോപകരണത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. N പ്രഭാകരൻ്റെ മായമനുഷ്യൻ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം അവസാനം ലഭിച്ചത്. ഏത് അവാർഡ്? ആൻസർ: ഓടക്കുഴൽ അവാർഡ്. 10. ജോൺ എഫ് കെന്നഡിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ഇദ്ദേഹമാണ് പ്രശസ്തമായ കവിതാലാപനം നിർവഹിച്ചത്. 4ഓളം പുലിറ്റ്സർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം അമേരിക്കയിലെ ഉന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ഗോൾഡ് മെഡൽ ഫോർ ഡിസ്റ്റിങ്വിഷ്ഡ് അച്ചീവ്മെൻറ്റ് പുരസ്കാരവും നേടിയിട്ടുണ്ട്. ഈ അവാർഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ആൻസർ: ഫ്രോസ്റ്റ് മെഡൽ. 11. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ഈ പുരസ്കാരം ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് രചനകൾക്കാണ് ലഭിക്കുന്നത്. ഏതു പുരസ്കാരം? ആൻസർ: JCB പ്രൈസ്. 12.
മലയാള സാഹിത്യകാരന്മാരുടെ സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്നതാണ് ഈ പുരസ്കാരം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ഈ പുരസ്കാരം 2020 ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. ഏത് പുരസ്കാരം? ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം. 13. ഈ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുടെ പ്രശസ്ത കവിതയിലെ വാചകങ്ങളാണ് വിംബിൾഡൺ സെൻട്രൽ കോർട്ടിലെ ലോക്കർ റൂമിനടുത്ത് എഴുതി വച്ചിട്ടുള്ളത്. ഡോറിസ് ലെസ്സിംഗ് ആണ് ഈ പുരസ്കാരത്തിൻ്റെ ഏറ്റവും പ്രായം കൂടിയ ജേതാവ്. ഏത് അവാർഡ്? ആൻസർ സാഹിത്യ നോബൽ. 14. 1998 ആരംഭിച്ച ഈ പുരസ്കാരം പല കാലഘട്ടങ്ങളിലായി ഹച്ച്, വോഡഫോൺ, ദി ഇക്കണോമിസ്റ്റ് എന്നീ പേരുകളോടൊപ്പം അറിയപ്പെട്ടിരുന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, കേശവൻ്റെ വിലാപങ്ങൾ, ഒതപ്പ് തുടങ്ങിയ കൃതികളിലെ തർജ്ജമകൾക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തിരിച്ചറിയുക. ആൻസർ ക്രോസ്വേഡ് പുരസ്കാരം. 15. തൃശ്ശൂർ ജില്ലാ ആസ്ഥാനമായ ഈ സ്ഥാപനം നോവൽ, ആത്മകഥ, ചെറുകഥ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾ നൽകി വരുന്നു. ജോയി മാത്യു, സജിത മഠത്തിൽ, ഭാഗ്യലക്ഷ്മി, കെ.ആർ. ഗൗരിയമ്മ, സത്യൻ അന്തിക്കാട് തുടങ്ങിയവർക്കു ലഭിച്ചിട്ടുള്ള ഈ പുരസ്കാരം തിരിച്ചറിയുക. ആൻസർ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അടുത്തത് വ്യവസായികൾ, സംരംഭകർ നോക്കാം. സംഗീതത്തിലും നൃത്തത്തിലും തൽപരനായ ഈ വ്യക്തി അഭിനയിച്ച ആദ്യ സിനിമയാണ് ഗോങ് ഷോ ഡാവ്. മ എൺ എന്ന് ആദ്യം പേരുണ്ടായിരുന്ന ഇദ്ദേഹം ആരംഭിച്ച കമ്പനിക്ക് ലോകപ്രശസ്ത കഥാപാത്രത്തിൻ്റെ പേരാണ്. സ്ഥാപനവും വ്യക്തിയും ആര്? ആൻസർ ജാക്ക് മാ അലിബാബ. 2. പത്മശ്രീ ജേതാവായ ഈ പ്രവാസി മലയാളി ആരംഭിച്ച ഫൗണ്ടേഷനാണ് രാജ്യാന്തര പുരസ്കാരമായ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നൽകുന്നത്. ആര്? ആൻസർ സണ്ണി വർക്കി. അടുത്തത് ടൈം ഹോംസ് തുടങ്ങിയ മാസികകളുടെ ലോകത്തെ ഏറ്റവും സ്വാധീനശക്തിയുള്ള വനിതാ പട്ടികയിൽ ഇടം ലഭിച്ച ഈ വനിതയാണ്. ഏൺസ്റ്റ് ആൻഡ് യങ് ലോക സംരംഭക പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആര്? ആൻസർ കിരൺ മജുംദാർ ഷാ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ പേടകം അയച്ച ആദ്യ സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. ആര്? ആൻസർ ഇലോൺ മസ്ക്. ചന്ദ്രകാന്ത് ഫിലിംസ് എന്ന ബാനറിൽ വൈശാലി, സുഹൃതം, ധനം തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ഇദ്ദേഹം നടനായും സംവിധായകനായും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസ് ദേവൻ്റെ സഹോദരൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനം അറിയപ്പെടുന്നത്. ആര്? ആൻസർ അറ്റ്ലസ് രാമചന്ദ്രൻ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇവർ. ഭരതനാട്യം നർത്തകിയാകാൻ ആഗ്രഹിച്ച ഇവർ സ്കൂൾ അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 27 നിലകളുള്ള ആന്റ്ലിയ ആണ് ഇവരുടെ വസതി. ആരാണ് ഈ വനിത? ആൻസർ നിത അംബാനി. കടാംബ്ര എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ആദ്യ പേര്. പിന്നീട് ലോകത്തെ ഏറ്റവും വലുത് എന്ന ഗണത്തിൽപ്പെടുന്ന പേര് സ്വീകരിച്ചു. ബഹിരാകാശത്തേക്ക് പരീക്ഷണ പറക്കലുകൾ നടക്കുന്ന ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ സ്ഥാപകനും ഇദ്ദേഹമാണ്. തിരിച്ചറിയുക. ആൻസർ ജെഫ് ബെസോസ്. തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ സ്വദേശിയായ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കൃതി ദ ഗിഫ്റ്റിൻ്റെ ടാഗ്ലൈൻ ഇപ്രകാരമാണ്: ഹൗ ഐ ഗവ് എവേ എ കിഡ്നി ആൻഡ് ഗോട്ട് റിച്ചർ അറ്റ് ഹാർട്ട്. ഗ്രന്ഥകാരൻ്റെ പേരെന്ത്? ആൻസർ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. പാരീസിൽ ജനിച്ച ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യ എയർലൈൻ കമ്പനി ആരംഭിച്ചത്. പൈലറ്റ്
ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യക്കാരനും ഇദ്ദേഹമാണ്. ആര്? ആൻസർ JRT ടാറ്റ. ഓ വൗ ഓ വൗ ഓ വൗ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. നെക്സ്റ്റ്, INC എന്ന കമ്പനിയുടെ സ്ഥാപകനായ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്ത വാക്യമാണ് സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ്. ആരാണ് ഇദ്ദേഹം? ആൻസർ സ്റ്റീവ് ജോബ്സ്. കേരളത്തിലെ ശ്രദ്ധേയ വനിതാ സംരംഭകത്വ അവാർഡ് 2020 ലഭിച്ചവരിൽ ഒരാളായ ഇവരുടെ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായ പ്രാണ. സേവ് ദി ലിംബ് എന്ന കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇവരെ തിരിച്ചറിയുക. ആൻസർ പൂർണിമ ഇന്ദ്രജിത്ത്. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ വാക്സിൻ കിങ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വ്യക്തി ആര്? ആൻസർ സൈറസ് പൂനവാല. പതിറ്റാണ്ടുകളോളം ലോകത്തെ ഏറ്റവും ധനികൻ എന്ന പദവിയിലിരുന്ന ഇദ്ദേഹം $10,000 കോടി, അതായത് 7.2 ലക്ഷം കോടി രൂപ ആസ്തിയുള്ളവരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയത് 2021 നിക്ഷേപ സ്ഥാപനമായ ബെർക്ക്ഷയർ ഹാത്വേയുടെ ചെയർമാനായ ഇദ്ദേഹത്തെ തിരിച്ചറിയുക. ആൻസർ വാറൻ ബഫറ്റ്. 2 വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന അബുദാബി സർക്കാരിൻ്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് 2021 ലഭിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പഴയ സ്കോട്ട്ലാൻഡ് യാർഡ് കെട്ടിടം 1000 കോടിയോളം രൂപയ്ക്ക് വാങ്ങിയ ഈ വ്യവസായി ആര്? ആൻസർ MA യൂസഫ് അലി. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, അധ്യാപിക, എഞ്ചിനീയർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച ഇവരുടെ 200ാമത്തെ പുസ്തകമാണ് ഹിയർ ദെയർ ആൻഡ് എവരിവെയർ. ടെൽക്കോയിലെ ആദ്യ വനിതാ എഞ്ചിനീയർ ആയ ഇവരുടെ പ്രശസ്തനായ ഭർത്താവ് ആര്? ആൻസർ NR നാരായണ മൂർത്തി. അടുത്തത്, അറിയാം വനിതാ ശാസ്ത്രജ്ഞരെ. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നിർമ്മിത മിസൈലായ തേജസിൻ്റെ സ്മരണാർത്ഥം ഇവർ മകന് തേജസ് എന്നാണ് പേര് നൽകിയത്. ഇന്ത്യയുടെ ഗൈഡഡ് മിസൈൽ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിതയായ ഈ മലയാളിയെ തിരിച്ചറിയുക. ആൻസർ ടിസി തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ, തുമ്പയിൽ നിന്ന് ആദ്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുമ്പോൾ ഇവരുടെ മേൽനോട്ടത്തിലാണ് അന്തരീക്ഷ പഠന സംവിധാനങ്ങൾ ഒരുക്കിയത്. 1987 KR രാമനാഥൻ മെഡൽ ജേതാവായ ഇവർ അന്തരീക്ഷ ഓസോൺ ഗവേഷണ രംഗത്ത് മികച്ച സംഭാവന നൽകി. ആരാണി വനിത? ആൻസർ അന്ന മാണി. ആണവശാസ്ത്രത്തിലെ സംഭാവനകൾക്ക് യൂറോപ്യൻ ഫിസിക്കൽ സൊസൈറ്റി നൽകുന്ന പുരസ്കാരം ഈ വനിതയുടെ പേരിലാണ്. ബർലിനിലെ ഹംബോൾട്ട് സർവകലാശാലയിൽ ഇവരുടെ പ്രതിമയുണ്ട്. ആരാണ് ശാസ്ത്രജ്ഞ? ആൻസർ ലിസ മൈനർ. ലിസ മൈനറുടെ പേരിൽ നാമകരണം ചെയ്ത അറ്റമിക് സംഖ്യ 109 ആയ മൂലകമായ മെയ്റ്റ്നിയം MT ഒരു വനിതാ ശാസ്ത്രജ്ഞയുടെ പേരിൽ മാത്രമായി നാമകരണം ചെയ്ത ആദ്യ മൂലകം കൂടിയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാക്സോണമി എന്ന ശാസ്ത്രശാഖയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് ഈ മലയാളി വനിതയുടെ പേരിലാണ്. ആരാണിവർ? ആൻസർ EK ജാനകി അമ്മാൾ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഈ മലയാളി ശാസ്ത്രജ്ഞയാണ്. തിരിച്ചറിയുക. ആൻസർ ഡോക്ടർ VR ലളിതാംബിക.
കൂടുതലറിയാം. 2014 വിജയകരമായി പരീക്ഷണം നടത്തിയ LVM-3 GSLV Mark 3 വികസിപ്പിച്ചത് ഡോക്ടർ ലളിതാംബികയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ഈ ശാസ്ത്രജ്ഞ മംഗൾയാൻ ദൗത്യത്തിലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് ഡയറക്ടറും ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ മിഷൻ ഡയറക്ടറും ആയിരുന്നു. ആരാണ്? ആൻസർ ഋതു കരിദാൽ. അടുത്തത്, ഈ രാജ്യത്തിൻ്റെ പ്രഥമ ചൊവ്വാ ദൗത്യമായ ഹോപ്പ് പ്രോബിനു നേതൃത്വം നൽകിയത് വനിതാ ശാസ്ത്രജ്ഞ സാറ അൽ അമീരിയാണ്. ഏതു രാജ്യം? ആൻസർ UAE. അടുത്തത്, ഒരു ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ആദ്യ വനിതയാണിവർ. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ ജനറൽ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ വനിതാ ശാസ്ത്രജ്ഞയും ഇവരാണ്. ആരാണിത്? ആൻസർ അസിമ ചാറ്റർജി. അടുത്തത്, രാജ്യാന്തര ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇറാനിയൻ പെൺകുട്ടിയാണിവർ. ഫീൽഡ് മെഡൽ ലഭിച്ച ആദ്യ വനിതാ ഗണിതശാസ്ത്രജ്ഞയായ ഇവർ ആര്? ആൻസർ മറിയം മിർസഖാനി. ക്യാൻസറിനും ഡിമെൻഷ്യയ്ക്കും കാരണമായേക്കാവുന്ന നെർവ് ഗ്രോത്ത് ഫാക്ടറിൻ്റെ കണ്ടുപിടുത്തത്തിന് 1986 വൈദ്യശാസ്ത്ര നോബലിന് അർഹയായ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞ ആര്? ആൻസർ റീത്ത ലെവി മൊണ്ടാൽസിനി. ലണ്ടൻ റോയൽ സൊസൈറ്റി നൽകുന്ന ഫെലോഷിപ്പ് FRS നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണിവർ. തദ്ദേശീയ റോട്ടാവൈറസ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ പ്രഥമ പങ്കുവഹിച്ചു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പ്രൊഫസറായ ഈ വനിത ആരാണ്? ആൻസർ ഗഗൻദീപ് കാങ്. ചാൾസ് ബാബേജിൻ്റെ ശിഷ്യയായിരുന്ന ഈ വനിത ലോകത്ത് ആദ്യത്തേത് എന്നറിയപ്പെടുന്ന ഒരു വിശേഷണത്തിന് ഉടമയാണ്. ആര്? വിശേഷണമെന്ത്? 2 ക്വസ്റ്റ്യനാണ്. ആൻസർ അഡ ലവ്ലസ്, ലോകത്തെ ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. അടുത്തത്, 2019 ഈ ശാസ്ത്രജ്ഞയുടെ 200-ാം ജന്മവാർഷികം ആഘോഷിച്ചത്. ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പങ്കു കണ്ടുപിടിച്ച ഈ അമേരിക്കൻ വനിതയാര്? ആൻസർ യൂനിസ് ന്യൂട്ടൺ ഫൂഡ്. അടുത്തത്, നവജാത ശിശുവിൻ്റെ ആരോഗ്യം പരിശോധിക്കാനുള്ള APGAR അപ്ഗർ ടെസ്റ്റ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞ ആര്? ആൻസർ ഡോക്ടർ വിർജീനിയ അപ്ഗർ. ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അപ്പിയറൻസ് പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി, റെസ്പിറേഷൻ എന്നിവയാണ് അപ്ഗാറിൻ്റെ പൂർണ്ണരൂപം. അടുത്തത്, ഭർത്താവുമൊത്ത് 1935 രസതന്ത്ര നോബൽ പങ്കിട്ട ഇവർ റേഡിയോ വികിരണങ്ങളുടെ അതിപ്രസരണം മൂലം പിടിപെട്ട് ലുക്കീമിയ ബാധിച്ചാണ് മരിച്ചത്. 1-ാം ലോക മഹായുദ്ധമുഖത്ത് സഹായിയായി പ്രവർത്തിച്ച ഈ വനിതയാര്? ആൻസർ ഐറിൻ ക്യൂറി.